നമസ്കാരം, റിവ്യൂ കോക്ടെയിൽ മലയാളം റെസിപ്പി FastTrack.com പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പൊറോട്ട ഉണ്ടാക്കുകയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു രീതി നമ്മൾ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരു കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്, ഒരു അരക്കപ്പ് റവ നമ്മളെടുക്കും, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു ടീസ്പൂണോളം ഈസ്റ്റ് എടുക്കും, പിന്നെ ഒരു സ്വല്പം പഞ്ചസാര നമ്മൾ ഉപയോഗിക്കും, പിന്നെ കുറച്ച് ചീസൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ഉപയോഗിക്കും, ഒരു ചെറിയ സവാള ഉപയോഗിക്കും, കുറച്ച് മല്ലിയില വേണം, പിന്നെ ഒന്ന് റെഡിയാക്കി എടുക്കുവാൻ കുറച്ച് എണ്ണ നമ്മൾ ഉപയോഗിക്കും. ഇതൊക്കെ മതി, ഇതൊക്കെ വെച്ച് നമുക്ക് ഒന്ന് റെഡിയാക്കാം. പക്ഷേ അതിന് മുമ്പ് റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, റെസിപ്പി FastTrack.com ഒന്ന് സന്ദർശിക്കുക. അപ്പോൾ തുടങ്ങാം. ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് മൈദ എടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു അരക്കപ്പ് റവ, നമ്മളൊരു കുറച്ച് ഉപ്പും കൂടെ ചേർത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ടീസ്പൂൺ മാത്രം ഡ്രൈ ഈസ്റ്റ് ചേർത്തു, ഒരു സ്വല്പം പഞ്ചസാര, ഇനി നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ഉപയോഗിച്ച് ഇവനെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക, വെള്ളം കൂടുതലായി പോകാതെ. നമുക്കിത് കുഴച്ച് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കേണ്ടതാണ്. അപ്പം ആ ഒരു പരുവത്തിലാണ് കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ ഈസ്റ്റും പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയി റെഡിയായി വരണം. അതാണ് നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഇങ്ങനെ കുഴയ്ക്കുന്നത്. നമ്മളത് നന്നായിട്ട് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ വെക്കണം. കവർ ചെയ്ത് ഒരു 3/4 മണിക്കൂർ വെക്കുകയാണ്. അടുത്ത് നമുക്ക് ആ ഫില്ലിങ് അങ്ങ് റെഡിയാക്കാം. ഞാൻ കുറച്ച് ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ചേർക്കുവാണ്. പിന്നെ ഒരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് ചേർത്തു. ഓക്കെ, ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതാണ് നമ്മൾ സ്റ്റഫ് ചെയ്യുന്ന സാധനം. അത് എടുത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ശരിക്കും ഒന്ന് കുഴയ്ക്കാം. നമ്മൾ ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുഴച്ചു. എന്നിട്ട് നമുക്ക് ടോപ്പിലോട്ടൊരു ശകലം പൊടിയൊന്നിടാം. ഇത് നമുക്കൊരു 3 പാർട്ടാക്കി എടുക്കാം. നമ്മുടെ എന്തായാലും പൊടി ഉണ്ടോ അതനുസരിച്ച് ഇത് ഞാനൊരു 3 ആക്കുന്നുള്ളൂ. ഓരോ പാർട്ടും എടുത്ത് ഒന്നുകൂടി ഒന്ന് അകത്തോട്ട് ഫോൾഡ് ചെയ്ത് അങ്ങ് റെഡിയാക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഉരുട്ടിയിട്ട് വീണ്ടും നമ്മളൊരു 10 മിനിറ്റും കൂടെ അങ്ങ് വെക്കുവാണ്. ഒന്ന് ഉരുളകളാക്കി ഉരുട്ടി ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് ഉരുളകളാക്കി ഉരുട്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റും കൂടെ വെക്കുവാണ്. അപ്പോൾ 10 മിനിറ്റ് കൂടെ കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മളൊരു 10 മിനിറ്റ് കൂടെ വെച്ചു. ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് ടോപ്പിൽ ഒരു ശകലം എണ്ണ ഒന്ന് പുരട്ടാം. കുറച്ച് നന്നായിട്ട് തന്നെ അങ്ങ് പുരട്ടുക. നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് ഇവനെ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കേണ്ടതാണ്. നമ്മൾ ഒരു ഉരുള ഇങ്ങനെ എടുത്തു വെച്ചു. ഔത്തേലും കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. ഇത് നമ്മളിത് കൈകൊണ്ട് തന്നെയാണ് ഒന്ന് പരത്തി എടുക്കുന്നത്. നമ്മളിങ്ങനെ നീളത്തിൽ കൈകൊണ്ട് തന്നെ പരത്തി റെഡിയാക്കി എടുക്കും. പരത്തി എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് കുറച്ച് ഫില്ലിങ് വെക്കുവാണ്. നടുക്കോട്ട് നീളത്തിൽ കുറച്ച് ഫില്ലിങ് അങ്ങ് വെച്ചു. എന്നിട്ട് ഇവനെ 2 സൈഡിൽ നിന്നും അങ്ങ് മടക്കുക. നമ്മൾ 2 സൈഡിൽ നിന്നും അങ്ങ് മടക്കി 2 സൈഡിൽ നിന്നും മടക്കിയിട്ട് ഇവനെ നമ്മൾ റോൾ ചെയ്യുവാണ്. ഇങ്ങനെ റോൾ ചെയ്ത് നമ്മളിങ്ങനെ എടുത്തു. ഇനി നമുക്കിവനെ ചെറുതായിട്ട് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് പരത്തുന്നു. നമുക്ക് പറ്റാവുന്ന രീതിയിൽ പരത്തുന്നു.
അപ്പോൾ നമ്മൾ അവനെ ഇങ്ങനെ പരത്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ചുട്ടെടുക്കണം. അതിനുവേണ്ടി തവ അങ്ങ് ചൂടാക്കുന്നു. ചൂടാക്കിയിട്ട് തവയിൽ ഒരു ശകലം എണ്ണയൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അപ്പം തവ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആ തവയിലോട്ട് അങ്ങ് ഇടുകയാണ്. കേട്ടോ, ഒരു സൈഡ് ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിടുക. എണ്ണ കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക. സൈഡിൽ കൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡും ഒരു ബ്രൗൺ ആയി കഴിയുമ്പോൾ, വെന്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ തിരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റവ മൈദ ചീസ് സ്റ്റഫ്ഡ് പറാത്ത റെഡി ആയിരിക്കുന്നു. ഒന്ന് ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. പിന്നെ റിവ്യൂ കോക്ടെയിൽ മലയാളം ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. recipe.flashcards.com നമ്മുടെ വെബ്സൈറ്റൊക്കെ ഒന്ന് സന്ദർശിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നല്ലത്.